കൊതിച്ച് കാത്തിരുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആയിരുന്നു ഒലാസോപ്പോ. ഞാനത് മേടിച്ച വീഡിയോയിലൊക്കെ അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ദ ബെസ്റ്റ്, അവരുടെയൊക്കെ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട പഴമെന്ന് പറഞ്ഞ് എനിക്കൊന്ന് 2000 രൂപയോളം കൊടുത്ത് 5 വർഷം മുന്നേ വെച്ചു. അത് ലീഫൊക്കെ ചെയ്യുമ്പോൾ എന്ത് മനോഹരമായെന്നറിയാം. എന്നിട്ടത് ഫ്രൂട്ട് ഇത് ചെയ്തു, ഫ്ലവർ ചെയ്തു, നമ്മൾ കാത്തിരുന്നു 2 മാസത്തോളം. നിറച്ചും കായായി അല്ലേ, നിറച്ചും പൂത്തിരിക്കുകയാണ്. നമുക്ക് അത്യാവശ്യം ഇതൊരു നല്ല പഴുത്തൊരു ഫ്രൂട്ടാണ്. ഇത് എങ്ങനെ പഴുത്തതെന്ന് അറിയുന്നത്, ഇത് താഴെ വീഴുന്നതാണ് ഏറ്റവും നല്ലത്. താഴെ ധാരാളം കിടപ്പുണ്ട്. നിൽക്കുമ്പോൾ നല്ല ഇങ്ങനെ ചതയുന്ന പോലെ കാണും, നല്ലൊരു ഞെക്ക് കൊള്ളും. അപ്പോഴാണ് ഇതിനെ വേണമെങ്കിൽ ഒരു ദിവസം കൂടെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചും കൂടെ പഴുക്കും. പക്ഷേ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഞാൻ ഓരോ ഫ്രൂട്ട് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. മധുരമില്ലാത്ത പായസം പോലെ ഒരു രക്ഷയില്ല കുട്ടികളെ, അല്ല കൂട്ടുകാരെ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇത് എന്ത് ഇഷ്ടമാണ്, ഏത് ഭാഗമാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. വലിയ സീഡാണ്, ഇത്രയും കഴിക്കാനേ ഉള്ളൂ. വലിയ സീഡാണ്. അകത്തെന്താ ഒരു തരിതരിപ്പുള്ളൊരു സാധനം അത്. അപ്പോൾ ദയവ് ചെയ്ത് ഇത് കഴിച്ച് നോക്കിയ ശേഷം മാത്രം മേടിക്കുക. കാരണം ഇതിൻ്റെ ഈ 5 വർഷമൊക്കെ കാത്തിരുന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഡെസ്പായിപ്പോവും, അയ്യോന്നായിപ്പോവും. അപ്പം ഇനി തൊട്ട് ഒലാസോപ്പോ നടാൻ ഉദ്ദേശിക്കുന്നവർ അത് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടമായെങ്കിൽ മാത്രം. ഇതിൽ ഏത് ഭാഗം ഇഷ്ടപ്പെടുമെന്നും എനിക്കറിയില്ല. ഒലാസോപ്പോ പൂത്തെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് വീഡിയോ ഇട്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മതി. എൻ്റെ നിലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരെണ്ണം പോലും പറിക്കാറില്ല. കാരണം ഇത് ഒരു ടേസ്റ്റും ഇല്ലല്ലേ. ഷേക്കൊക്കെ അടിച്ച് നോക്കാം. ഷേക്ക് അടിച്ചപ്പോൾ ഒരു തവണ അടിച്ച് നോക്കി, അത് നല്ലതായിരുന്നു. അപ്പോൾ ഷേക്കൊക്കെ അടിക്കാൻ വേണ്ടി മാത്രം ഇത് മേടിക്കുക. താങ്ക് യു സോ മച്ച്.